can say if your love grows as your heart shows only time. We are there, we are സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിലെ അവസാനത്തെ ഒരു സെന്റൻസ് ഇങ്ങനെയാണ്: ശിശു വളർന്നു, ആത്മാവിൽ ശക്തിപ്പെടുന്നതുവരെ അവൻ മരുഭൂമിയിലായിരുന്നു. നമുക്കൊക്കെ ആത്മാവിൽ ശക്തിപ്പെടണമെങ്കിൽ ഒരു മരുഭൂമി അനുഭവം ഉണ്ടാകണം. മരുഭൂമി അനുഭവത്തിലെ രക്ഷകനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. വേദനയുടെ പ്രയാസത്തിൻ്റെ വഴിയിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിൽ രക്ഷകനെ തിരിച്ചറിയാൻ എളുപ്പമാണ്. സമൃദ്ധിയിലൂടെ പോകുന്നതിനേക്കാളും നല്ലത് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്. എന്നാൽ നമ്മളൊക്കെ പ്രയാസങ്ങൾ മാറണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പ്രയാസങ്ങളിൽ മാത്രമേ ദൈവസാന്നിധ്യം തിരിച്ചറിയാൻ പറ്റുള്ളൂ. വേദനയുള്ളവർക്ക് ആശ്വസിപ്പിക്കപ്പെടുകയുള്ളൂ. അല്ലാത്തവർക്ക് എങ്ങനെ ആശ്വാസം കിട്ടേണ്ട കാര്യം? വിശക്കുന്നവർക്കാണ് ഭക്ഷണത്തിൻ്റെ രുചി മനസ്സിലാവുക. ദാഹിക്കുന്നവർക്കാണ് വെള്ളത്തിൻ്റെ രുചി മനസ്സിലാവുക. അതുകൊണ്ട് നീ ഇന്ന് പ്രയാസത്തിലാണോ? വിഷമത്തിലാണോ? നിന്റെ അടുത്ത് ദൈവ സാന്നിധ്യമുണ്ട്. നിന്നെ വളർത്താൻ, കുറച്ചുകൂടി കർത്താവിനെ പരിചയപ്പെടുത്താൻ, നിന്നെ ഉപയോഗിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് നിൽക്കാം. തമ്പുരാനെ, നിന്റെ സ്നേഹം എന്നിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. അതുള്ളൊരു കൃപാവരം ലഭിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.